जय राधा माधवा जय कुंज बिहारी जय गोपीजना वल्लभा जय गिरिवरधारी जय गोपीजना वल्लभा जय गिरिवरधारी यशोधनन्दन व्रजजनरञ्जन यशोधनन्दन व्रजजनरञ्जन यमुनातीरवनचारी यमुनातीरवनचारी कुञ्जबिहारी जय राधा माधव जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ, ദണ്ഡോത് പ്രണാമം പ്രഭു. വെള്ളയില്ലായിരുന്നു. പത്മനാഭ സത്സംഗത്തിലെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തന്മാർക്കും ദണ്ഡവത് നമസ്കാരം. കാണാൻ പറ്റുന്നതിൽ, കേൾക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം, ആനന്ദം, ശ്രേഷ്ഠകരം. പ്രത്യേകിച്ച് ഈ രാവിലെ ഇവിടെ ആകുമ്പോൾ അത് വെളുപ്പാങ്കാലം. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എന്തൊക്കെയാ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആദ്യം കേൾക്കാം. ഹരേ കൃഷ്ണ. ഒരുപാട് ക്ലാസ്സുകളിലൂടെ പോകുന്നുണ്ട്, സബ്ജക്റ്റുകൾ ഓർമ്മ വരുന്നില്ലല്ലേ? നാമകീർത്തനത്തെ കുറിച്ചൊക്കെയായിരുന്നു 11:2:40. ഹരേ കൃഷ്ണ. ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കണം. ജീവിതത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് 12 സ്കന്ധങ്ങളും കൃത്യമായിട്ട് വായിക്കാൻ, 18,000 ശ്ലോകങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെ നമുക്ക് ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കും. പല ശ്ലോകങ്ങളിലൂടെ, പല രീതിയിലൂടെ പോകാൻ സാധിക്കും. പറഞ്ഞതുപോലെ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് 12 സ്കന്ധത്തിന്റെയും ക്ലാസ്സിൽ ഇരിക്കാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ എല്ലാ വർഷവും പബ്ലിക് അവധി വരുമ്പോൾ 30 ദിവസത്തെ വർക്കിംഗ് അവേഴ്സ് കുറവായിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? എൻ്റെ ശിക്ഷാഗുരു, അദ്ദേഹം ചെന്നൈയാണ്, പരമേശ്വർ ഗൗരദാസ് എന്ന് പറയും. അദ്ദേഹം ഭാഗവതം സപ്താഹം 30 ദിവസം ചെയ്യും. 3:30 മണി മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും 3:30 മണി മുതൽ 8:30 മണി വരെ ഇരിക്കും. ഒരു വർഷം ഒരു സ്കന്ധം പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ആദ്യം സെലക്ടഡ് ശ്ലോകങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി ഗുരു മഹാരാജ് പറഞ്ഞു, അല്ല, സെലക്ടഡ് ശ്ലോകം വേണ്ട, ഓരോ ദിവസവും ഓരോ ഖണ്ഡമായിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വർഷവും ഓരോ സ്കന്ധമായി പോയി. 12 സ്കന്ധം അങ്ങനെ കവർ ചെയ്തെന്ന് പറയാം. പഠിച്ചു എന്നുള്ളതല്ല, എന്തായാലും അതിനൊരു ഭാഗ്യം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു സുഖം കിട്ടും. ഈ രാവിലെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ ആ കീർത്തനം കേട്ട് നല്ലോണം അങ്ങ് മനസ്സിലൊരു കുളിർമ വന്നു. ഇത് ആർക്കും കിട്ടുന്ന ഒന്നല്ല, എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. രാവിലെ ഭഗവാന്റെ കീർത്തനം കേട്ടോണ്ട് എഴുന്നേൽക്കുക, കേട്ടോണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ
ഇത് കേട്ടതിന് ശേഷം നമ്മൾ ജോലിക്ക് പോവുക, പഠിക്കാൻ പോവുക എന്നുള്ളതല്ല. അപ്പോൾ മനുഷ്യര് രണ്ട് തരത്തിലാണ് സ്വഭാവക്കാർ. അപ്പം ആ രണ്ട് തരം സ്വഭാവം ഏതൊക്കെയാ? दे എന്തോ? आसुरिक आसुरिक और ആ सुकृतिक. ആ ആകെ രണ്ട് തരത്തിലേ ഉള്ളൂ. ദൈവിക സ്വഭാവമുള്ളവരും ആസുരീക സ്വഭാവമുള്ളവരും. ദൈവിക സ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? ശരി, ഏതാ ശ്ലോകം വരുന്നത് ഭഗവത്ഗീതയിൽ? चतुर्विधा भजन्ते मां. അത് 4 തരത്തിലുള്ള ആൾക്കാർ എന്നെ ഉപാസിക്കുന്നു. ചതുർവിധ ഭജന്തേമ സുഹൃത്തിനോ അർജുന, അല്ലേ? ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്തു, അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ വരുന്ന ശ്ലോകം? हरे प्रभु जी, हरे कृष्ण. 4 തരത്തിലുള്ള ആൾക്കാർ എന്നെ ഭജിക്കുന്നു, അവരെല്ലാം സുഹൃതികളാണ്. പക്ഷെ ഇവിടെ മനുഷ്യർ ആകെ 2 സ്വഭാവമേ പ്രകടിപ്പിക്കത്തുള്ളൂ. ഒന്നെന്താണ്? ദൈവിക സമ്പത്തുള്ളതും. 2, ഇതിന് നേരെ വിപരീതമായിട്ടുള്ളതും. അതായത് ഒന്ന് പ്രകാശത്തിലുള്ളതും ഒന്ന് ഇരുട്ടിലുള്ളതും. സൂര്യപ്രകാശം എവിടെയുണ്ടോ അവിടെ പ്രകാശം, സൂര്യപ്രകാശം ഇല്ലാത്തതിന് ഇരുട്ടെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഇരുട്ട് എന്നൊരു സ്വതന്ത്ര സൃഷ്ടിയല്ല ഇരുട്ട്. പ്രകാശം ഇല്ലാതാകുമ്പോൾ ഇരുട്ടുണ്ടാകും. അതുപോലെ തന്നെ ജ്ഞാനമില്ലെങ്കിൽ അവൻ അന്ധനുമാണ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः. ഞാൻ അജ്ഞാനമാകുന്ന എന്താ അർത്ഥം വരുന്നത്? അജ്ഞാനത്തിൽ മുഴുകിയിരിക്കുന്ന എന്റെ ജ്ഞാനത്തിന്റെ പ്രകാശദീപം കൊണ്ട് അന്ധകാരം അകറ്റണേ. ഞാൻ അജ്ഞാനമാകുന്ന അന്ധകാരത്തിലാണ് ജനിച്ചത്. വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എന്റെ അജ്ഞതയാകുന്ന അന്ധകാരത്തെ അകറ്റണം. ആരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്റെ ആധ്യാത്മിക ഗുരുനാഥൻ, ഗുരു. വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എന്റെ കണ്ണുകൾ തെളിയിച്ചു, അല്ലേ? അങ്ങനല്ലേ? അദ്ദേഹത്തിന് ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. ആരാണോ ഈ ഒരു ജ്ഞാനം തരുന്നത് അദ്ദേഹമാണ് ശിക്ഷാഗുരു എന്ന് പറയുന്നത്. ആദ്യമേ നമ്മൾ ശിക്ഷാഗുരുവിനാണ് സത്യത്തിൽ നമ്മൾ പ്രണാമം ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. രണ്ടാമതേ ദീക്ഷാഗുരു വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. ജന്മനാ ജായതേ ശൂദ്ര. നമ്മളെല്ലാവരും അറിവില്ലാതെയാണ് ജനിക്കുന്നത്. ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത്. ആരും ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നില്ല. നമ്മളെല്ലാം മലത്തിൽ കിടന്നിട്ടാണ് ജനിച്ചത്, അല്ലേ? ആണോ? അഴുക്ക് വെള്ളത്തിലൂടെയാണ് നമ്മൾ വന്നത്, ആണോ? അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും ശൂദ്രന്മാരാണ്. അതിനെ നമ്മൾ ശരീരം വൃത്തിയാക്കുന്നു, ആദ്യത്തെ പടി. പിന്നീട് നമുക്ക് വേണ്ടതെന്താ? മനസ്സിനെ വൃത്തിയാക്കലാണ്. ആ മനസ്സിനെ വൃത്തിയാക്കുന്നത്, അപ്പൊ നമ്മൾ ജനിച്ചതേ ശരീരവും ഒക്കെ അഴുക്കായിട്ട് വരുമ്പോൾ മനസ്സിനെ ക്ലീൻ ആക്കാൻ 10-15 വർഷം കഴിഞ്ഞിട്ട് മതിയോ? പോരാ. നോട്ട് ദ പോയിന്റ്. അവിടെയാണ് സമൂഹത്തില് പല അരുതാത്തതും സംഭവിക്കുന്നത്. ഇപ്പൊ ഭഗവത്ഗീത എന്ന് എടുത്താട്ടെ. ഭഗവത്ഗീത 16-ാമത്തെ അധ്യായം, ദേവ അസുര വിഭാഗ യോഗം. ദേവ അസുര വിഭാഗ യോഗം.
14, 15, 16, 17. 14, 15, 16, 17 ഈ 4 അധ്യായം ഒരു സാൻഡ്വിച്ച് വരുമോ? അതിൽ ഇടയ്ക്കുള്ള സലാഡാണ് ഈ 16-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഹരേ കൃഷ്ണ. എടുത്തോ? എടുത്തോ? ദൈവിക സമ്പത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നു. അതുപോലെ തന്നെ ആസുരിക പ്രകൃതി എന്തൊക്കെയാണെന്നും പറയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തോന്നുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ദൈവിക സ്വഭാവവും ആസുരിക സ്വഭാവവും എന്തായിരിക്കും? നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇപ്പം ഹിരണ്യകശിപുമാര്, ഹിരണ്യാക്ഷന്മാർ ഒരുപാടുണ്ട്. എന്തിനധികം നമ്മൾ 5000, 6000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലും നമ്മൾ തിരിച്ചറിയണം ഇതുപോലുള്ള സ്വഭാവങ്ങളുള്ളത്. അപ്പം നമ്മൾ ആലോചിക്കണം, ഹിരണ്യകശിപുവും ഇത് തന്നെയായിരുന്നു. ഹിരണ്യകശിപു ഇങ്ങനെയല്ലേ കാണിച്ചത്? ചിന്തിക്കണം. എന്നാലേ നമുക്ക് പുരോഗതി കിട്ടത്തുള്ളൂ. കാര്യം നമുക്ക് സമൂഹത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് രാവണന്മാരുടെയും ഹിരണ്യകശിപുമാരുടെയും ഹിരണ്യാക്ഷന്മാരുടെയും കാലഘട്ടമാണ്. ആണോ അല്ലേ? അതെ. ഇവിടെ എല്ലാം ആരാ രക്ഷിക്കാൻ വന്നത്? സാക്ഷാൽ ഭഗവാൻ. ഭഗവാൻ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തും ഭഗവാനെ വിളിക്കണം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരണോ വേണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പ്രായമായ ആൾക്കാർ മാത്രമല്ല, ഒരുവൻ ജീവിതത്തിൽ അവന് എന്തെങ്കിലും അപജയങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അരുതായ്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവീക ചിന്താഗതി ഇല്ലാതെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? അതെ. അപ്പൊ അറിവ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അറിവിനെ നമ്മൾ കൊടുക്കണം. അറിവിനെ കൊടുക്കാതെ ഒരുവൻ ദുർമാർഗിയായി അല്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടുകൾക്ക് ഉപരിയായി ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല. എടുത്തോ? ശ്ലോകം എടുത്തോ? ഈ ശ്ലോകൻ നമ്പർ പറയാൻ. പ്രഭു, ആദ്യത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ആ. ശ്രീ ഭഗവാനുവാച ആ. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമച്ച യജ്ഞച്ച സ്വാധ്യായസ്തപ ആർജവം അഹിംസ സത്യമാക്രോധ ത്യാഗാശാന്തിരപൈശുനം ദയാദ്ഭൂതേഷിലോലുപ്തം മാർഗദം ഹ്രീരചാപലം തേജാശമാധൃതിം ശൗച മദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. ഹരേ കൃഷ്ണ. 3 ശ്ലോകം വായിച്ചില്ലേ? അതെ. അതിന്റെ വിവർത്തനം ഒന്ന് വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർക്ക് ജയ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഹേ ഭാരത, നിർഭയത, അസ്തിത്വത്തിന്റെ ശുദ്ധി, ആധ്യാത്മിക ജ്ഞാനനിഷ്ഠ, ദാനം, ആത്മനിയന്ത്രണം, യജ്ഞം, വേദപഠനം, തപസ്, ലാളിത്യം, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരിദൂഷണത്തിൽ വെറുപ്പ്, സർവ്വജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുലമായ സ്വഭാവം, വിനയം, സ്ഥിരനിശ്ചയം, തേജസ്, ക്ഷമ, ധൈര്യം, ശൗചം, അസൂയാരഹിത്യം, ബഹുമതിക്കുള്ള വാഞ്ചയില്ലായ്മ, ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായ ദൈവികതയുള്ളവർക്കുള്ള ഗുണങ്ങളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കണം, എത്ര നമ്മൾ സ്വയം നമ്മൾ അനലൈസ് ചെയ്യണം.
ഇതിനകത്ത് എത്ര ഗുണങ്ങൾ നമുക്കുണ്ട്, എത്ര ഗുണങ്ങൾ നമുക്ക് വരേണ്ടതുണ്ട്, എത്ര ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്, പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ശുദ്ധി തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. സംശുദ്ധി, വിനയം, അതും തീർച്ചയായിട്ടും ഉണ്ട്. ദയ ഉണ്ട്, എല്ലാ ക്വാളിറ്റികളും ഉണ്ട്. ഇപ്പൊ ദയ എന്ന് പറയുമ്പം കോടതി വന്നപ്പം ദയയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ഘോരം ഒരു പ്രഭാഷണത്തിൽ ഒരുപാട് സംസാരിച്ചു. ഞാൻ കളിയാക്കുന്നതോ ക്രിട്ടിസൈസ് ചെയ്യുന്നതോ ഒന്നുമല്ല, അതിനുള്ള ആരുമല്ല. പക്ഷേ എന്താ അടുത്ത സഹജീവികളോടുള്ള അനുകമ്പ. സഹജീവികൾ എന്ന് പറയുമ്പോൾ ആരാ? സഹജീവികൾ ആരാ? എല്ലാ ജീവജാലങ്ങളും. എല്ലാ ജീവജാലങ്ങളും. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തുവാ? നമ്മുടെ അയൽവക്കം മാത്രം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ സത്സംഗത്തിൽ വരുന്നവർ മാത്രം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഉപരിയായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ മാത്രം. ഇല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? അതെ. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ട്. എന്തുകൊണ്ടാ ഉണ്ട് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? എല്ലാരും ദൈവത്തിന്റെ എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. തീർച്ചയായിട്ടും ഭഗവാൻ അവർക്ക് കൊടുത്തേക്കുന്ന അവകാശമാണ് ജീവിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഭഗവാൻ സൃഷ്ടി കൊടുക്കണോ? പാപിയാണെങ്കിൽ പോലും, പാപകർമ്മത്തിന്റെ ഫലമാണെങ്കിൽ പോലും അവർക്ക് ഭഗവാൻ സൃഷ്ടി കൊടുത്തില്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ശരി, നമ്മൾ ചെയ്യുന്നു. നോക്കണം, നമ്മൾ ഒന്നുകൂടെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പാതകമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തിനാ വൃക്ഷപൂജ ചെയ്യുന്നത്? വൃക്ഷപൂജ എന്തിനാ ചെയ്യുന്നത്? ആജ്ഞ എടുക്കുക. വൃക്ഷം വെട്ടുന്നതിന് മുമ്പ് വൃക്ഷത്തിന്റെ അനുവാദം തരണം. എന്തിനാ നമ്മൾ അനുവാദം ചോദിക്കുന്നത്? കാരണം അതൊരു ജീവിയാണ്. അതൊരു ജീവിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ അതായത് അത് വൃക്ഷമായിട്ട് ജനിച്ചത് അതിന്റെ കാലമുണ്ടല്ലോ, ഭഗവാൻ കൊടുത്ത കാലമുണ്ട്. ആ കാലത്തിൽ നിന്നും നമ്മൾ അതിനെ പിടിച്ചെടുക്കുകയാണ്. അപ്പൊ അത് പാപമാണ്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം, അതും വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു സംഭവമുണ്ട്. അതിൽ കുറെ ജീവികൾ നമ്മൾ നശിപ്പിക്കുന്നു. കുറെ ജീവജാലങ്ങൾ അതിൽ വസിക്കുന്നുണ്ട്. അത് രാവിലെ പോയിരിക്കുക, ആഹാരം തേടി പോയിരിക്കുക, സന്ധ്യയ്ക്കാ തിരിച്ചു വരുന്നത്. ഉറങ്ങാനുള്ള സമയമായി. ഉറങ്ങാനുള്ള സമയമായിട്ട് സന്തോഷത്തോടു കൂടി എല്ലാവരും കൂട്ടം ചേർന്ന് കാര്യം പറഞ്ഞ് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പാർപ്പിടം കാണുന്നില്ല. അവരുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിയല്ലേ? ആണോ അല്ലേ? ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു ജീവിയെ ഹനിക്കുമ്പോൾ ആ ജീവി സത്യത്തിൽ ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മറുപടി പറയുന്നത്? നമ്മള് ഞാൻ ആത്മാവാകുന്നു, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ്. അല്ലേ? അവിടെ രണ്ട് ആത്മാക്കളുണ്ട് ഒന്നുകൂടെ വിഭജിക്കുമ്പോൾ. ഏതൊക്കെയാ? ജീവാത്മാവും പരമാത്മാവും. ശ്ലോകം ഏതാ വരുന്നത്? പ്രമാണം പറ. ശ്ലോകം ഏതാ? ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ പറഞ്ഞിട്ട്. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി വസിക്കുന്നു. ശ്ലോകം വരട്ടെ. ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതും
എല്ലാ ദിവസവും ഓർമ്മിക്കേണ്ടതുമായ, അതുമാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരു ശ്ലോകം. പ്രഭു പ്രഭു എന്ന് വിളിക്കുന്നത് എന്തിനാ? ആരെയാ പ്രഭു എന്ന് വിളിക്കുന്നത്? ഞാൻ അങ്ങയുടെ ദാസനാണെന്ന് അർത്ഥം വരുന്ന രീതിയിലാണ് പ്രഭു എന്ന് വിളിക്കുന്നത്. സ്മൃതി സ്നാനമോഹനം ആ സർവേഷു ദേവചാഹം. ഹരേ കൃഷ്ണ പ്രഭു. സർവസ്യാഹം ഹൃദയസന്നിവിഷ്ടു, എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പം അത് 84 ലക്ഷം ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളത് ഓർമ്മ നമുക്കുണ്ടാകണം. അപ്പൊ നമ്മളൊരു ശരീരത്തെ ഹനിക്കുമ്പോൾ, ജീവനെ ഹനിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മരത്തിലെ പക്ഷികൾക്കുള്ള ഇരിപ്പിടം ഇല്ലാതാക്കുന്നത് പോലെ ഒരു ശരീരം എടുക്കുമ്പോൾ അതിന്റെ പൂർത്തീകരണം, അതായത് അടുത്ത പടിയിലേക്കുള്ള പൂർത്തീകരണം വേണ്ടിയാണ്. അത് ഇല്ലെങ്കിൽ അതിന് വീണ്ടും ആ ജന്മം തന്നെ എടുക്കേണ്ടി വരും. അതെ, ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ പ്രഭു, അതായത് ആ പരമാത്മാവിന്റെ ഇരിപ്പിടം നമ്മൾ ഇല്ലാതാക്കുകയാണ്. ഇല്ലേ? ആണോ അല്ലേ? അതായത് ഈശ്വരന്റെ സിംഹാസനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഇരിപ്പിടം നമ്മൾ എടുത്ത് കളയുകയാണ്. ആണോ? ആണോ? എത്ര ക്രൂരമാണ് നമ്മൾ കാണിക്കുന്നത്! ഭഗവാന്റെ ഇരിപ്പിടത്തെ നമ്മൾ എടുത്ത് കളയുകയാണ് ഒരു ജീവനെ ഹനിക്കുന്നതോടൊപ്പം. വളരെ സെൻസിറ്റീവ് സബ്ജക്റ്റ് ആയത്. എന്നിട്ടും നമ്മൾ പറയും, കൃഷ്ണ, ഭഗവാനെ, ഗുരുവായൂരപ്പ, പത്മനാഭ, ഞങ്ങളെ രക്ഷിക്കണേ. ഇല്ലേ? ആണോ? ആണോ? നമുക്ക് എവിടെയുണ്ട് ദയ? നമ്മളെന്ന് പറയുമ്പം ഈ അനന്തപത്മനാഭ സംഘത്തില് ആരെയും കുറിച്ചല്ല പറയുന്നത്. ഹരേ കൃഷ്ണ. ഒരു സാധാരണ ജനത്തിന്റെ സാധാരണ ചിന്തകളാണ് ഈ പറയുന്നത്. ശരിയല്ലേ പറഞ്ഞത്? ഹരേ കൃഷ്ണ. നമ്മള് വളരെ കാര്യക്ഷമമായി ചിന്തിക്കുകയും മുന്നോട്ട് പോകേണ്ടതുമാണ്. ഭഗവാന്റെ ഒരു ജീവിയെ ഹനിക്കുന്നതോടൊപ്പം അവിടെ ഭഗവാൻ കൊടുത്തിരിക്കുന്ന സൃഷ്ടി എന്ന സ്വാതന്ത്ര്യത്തെയും അതേ നമ്മൾ ഭഗവാനെതിരായിട്ട് ചിന്തിക്കുക. ഇത് ആസുരിക പ്രവൃത്തിയാണ്. ഇതൊരു ആസുരിക ചിന്താഗതിയാണ്, ആസുരിക പ്രവൃത്തിയാണ്. അവിടെ വിനയമില്ലായ്മ വരുന്നു, ശുദ്ധിയില്ലായ്മ വരുന്നു. ശുദ്ധിയില്ല. മറ്റൊരു ജീവിയുടെ മൃതശരീരമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉദരത്തിൽ കൊണ്ടെത്തിക്കുന്നത്. ശുദ്ധിയില്ല, ലാളിത്യമില്ല. ഇതെല്ലാം ആ ഒരൊറ്റ പ്രോസസ് കൊണ്ട് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. നമ്മുടെ ജീവിതമേ കഴിഞ്ഞു. സംസ്കാരം എന്നുള്ളത് മറ്റൊരു ജീവിയെ കൊല്ലുക എന്നുള്ളത് സംസ്കാരത്തിൽ വിടുന്നതല്ല. അതുകൊണ്ടാണ് അർജുനനോട് ഭഗവാൻ ഓർമ്മിപ്പിച്ചത്, ഹേ ആര്യ, നീ ഒരു ആര്യനാണ് എന്നുള്ള കാര്യം നീ മറക്കരുത് എന്ന് പറഞ്ഞു. ആര്യ സംസ്കാരം എന്താ? വൈഷ്ണവ സംസ്കാരം തന്നെയാണ് ആര്യ സംസ്കാരം, വേറൊന്നുമില്ല. ആധികാരികമായിട്ട് ഭഗവാൻ അർജുനെ ആര്യ എന്ന് വിളിച്ചു. അതുവരെ ആര്യൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ ഈ അടുത്ത കാലത്ത് മോഡേൺ ഹിസ്റ്റോറിയൻസ് എഴുതി വെച്ചിരിക്കുന്നത് അത്ര തന്നെയുള്ളൂ. ദ്രവീഡിയൻ സിവിലൈസേഷൻ അവരെഴുതി വെച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്ത്. പക്ഷെ അതിനു മുമ്പേ തന്നെ ആര്യൻ സിവിലൈസേഷൻ എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആര്യൻ സിവിലൈസേഷൻ? പുരോഗമനാത്മകമായ ഒരു കാഴ്ചപ്പാട്. അതിന്റെ പ്രതിനിധിയാണ് അർജുനൻ എന്ന് പറയുന്നത്. ആണോ അല്ലേ? ആണോ അല്ലേ? അതില് വിവർത്തനത്തിലൂടെ പോയി കഴിഞ്ഞാൽ, ശീലപ്രഭുപാദയുടെ വിവർത്തനത്തിലൂടെ പോയി കഴിഞ്ഞാൽ കുറെ ഉണ്ട് വായിക്കാൻ. അതില് വായിച്ചു നോക്കണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞാൽ പോലും ശീലപ്രഭുപാദയുടെ ഭാവാർത്ഥങ്ങൾ വായിക്കണം. ഭാവാർത്ഥങ്ങളിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരം ശരിയായ പുനർചിന്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ.
അതിൽ ഏറ്റവും ഒന്നാണ് വൃത്തിയുടെ ഭാഗമാണ് ഗർഭധാന സംസ്കാരവും. നല്ലൊരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളത് ഗർഭധാന സംസ്കാരം. ഇന്നതാണ് നഷ്ടപ്പെട്ടു പോയതും. ശരിയല്ലേ? ആണോ? അതെ. അവരവർക്കുള്ള സ്വാതന്ത്ര്യമായി മാറിക്കഴിഞ്ഞു. എനിക്ക് എൻ്റെ ഇഷ്ടം, വിവാഹം കഴിക്കണമെന്നുണ്ടോ, വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് വളരെ അപകടകരമായ കാര്യം എന്ന് പറയുന്നത് ഇപ്പം കടന്നുകൂടിയിരിക്കുന്നത് ലിവിങ് ടുഗദർ. എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി, നമുക്ക് ഇഷ്ടമുള്ളപ്പം നമ്മൾ കൂടും. ഈ ഒരു ചിന്താഗതി. അവിടെയാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ, കൃഷ്ണ, ഇവരെയെല്ലാം വധിച്ചു കഴിഞ്ഞാൽ ഒന്ന് പാപമാണ്, ഗുരുജനങ്ങളാണ്, സുഹൃത്തുക്കളാണ്, പിന്നെ കുലം നശിക്കത്തില്ലേ? കുലം നശിക്കുന്നതോടുകൂടി സ്ത്രീകൾ ദുഷിച്ചു പോകില്ലേ? ദുഷിച്ചു പോകുന്നതോടുകൂടി കൃഷ്ണ, മാധവ എടുത്തു പറയുകയാണ്, ജനാർദ്ദന, 2 വാക്കുകളാണ് എടുത്ത് പറഞ്ഞ്, മാധവ, ജനാർദ്ദന. എന്താണ് മാധവ? അങ്ങ് ആക്ച്വലി ഐശ്വര്യം തരേണ്ടവരാണ്, ഐശ്വര്യ ദേവതയുടെ ഭർത്താവാണ്, ഐശ്വര്യം തരേണ്ടതാണ്. അപ്പം ഞാനിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഐശ്വര്യം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഓർമ്മിപ്പിക്കുക. പിന്നെന്താ വിളിക്കുന്നത്? ജനാർദ്ദന. എല്ലാവരെയും സംരക്ഷിക്കപ്പെടേണ്ടവരാണങ്ങ്. അപ്പം ഇവിടെ എനിക്ക് അതിനും കൂടെ സംശയം തീർത്തു തരണം അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? ആണോ അല്ലേ? ആണോ അല്ലേ? അതെ പ്രഭുജി. ആ, അപ്പോൾ എന്നിട്ട് അർജുനൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പം വളരെ നിരാശയോടെയാണ് അർജുനൻ ഒരു കാര്യം എടുത്ത് ചോദിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം സ്ത്രീകളും ദുഷിച്ചു പോകും. അർജുന, കൃഷ്ണ, മറ്റൊരു കാര്യം എന്നെ ഭയപ്പെടുത്തുന്നത് എന്താണ്? ലുപ്ത ഉദക പിണ്ട ക്രിയകൾ ചെയ്യാൻ ആളില്ലാത്തവരില്ലേ? ശരിയല്ലേ പറഞ്ഞത്? പിതൃതർപ്പണം ചെയ്യാൻ, പിതൃക്രിയകൾ ചെയ്യാൻ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളില്ലാതെ വരില്ലേ? വളരെ സെൻസിറ്റീവ് സബ്ജക്റ്റ് ആണ്. ആണോ അല്ലേ? അതെ. അപ്പം അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തെരുവിൽ ഒരു നായ ചെത്ത് കടന്നിട്ട് ആരും നോക്കാതെ കാണാതെ പോകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ആണോ? നമ്മൾ കണ്ടിട്ടുണ്ട് തെരുവ് നായ്ക്കൾ ചത്ത് കിടക്കുന്നത് ആരില്ലാതെ പുഴുത്ത് വികൃതമായ ഒരവസ്ഥയിൽ സമൂഹം മുഴുവൻ ദുർഗന്ധം ചുമത്തി ഇല്ലേ? ശരിയല്ലേ? ആണോ? പ്രഭു ശരിയാ. അതുപോലെ ഒരു അവസ്ഥ ആ ആത്മാവിനുണ്ടാകും. ആരും എടുക്കാൻ വരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ധർമ്മം, ഈ ജ്ഞാനം നേടിയേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇതറിയാതെ പോകുന്ന യുവതലമുറകളാണ് ഇന്ന് നമുക്കുള്ളത്. അങ്ങനെ പോകുമ്പോൾ ആണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തുണി ഉടുക്കാതെ നടക്കുക എന്നുള്ളതിലേക്ക് മാറിക്കഴിഞ്ഞു. അത്രയും ഭീഭത്സമായ ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരിയാണോ അല്ലേ? ആണോ അല്ലേ? കറക്റ്റാണ്. അതിനെ വളരെ ഏതാണ്ടൊക്കെ വലിയ കാര്യങ്ങളായിട്ട് എടുത്തുകൊണ്ട് നടക്കാൻ നമ്മുടെ കുറെ നവമാധ്യമങ്ങളും അത്ര തന്നെ. അവർക്ക് കാശ് കിട്ടണം, അത് തന്നെ. എന്ത് കാണിച്ചു കഴിഞ്ഞാലും, എന്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാവണം, കാശ് കിട്ടണം, അത്ര തന്നെ. പക്ഷേ ഒരു സമൂഹം ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ അറിവില്ലാതെ വരുന്നത് ആരുടെ കുഴപ്പമാണ്? ഇന്നത്തെ യങ് ജനറേഷന് ഇങ്ങനെ ഒരു അറിവ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്കൊരു ജന്മം തന്നു,
ഈ ജന്മം തന്നെ അവർക്ക് നല്ലൊരു ഗതി കിട്ടണം, അത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അപ്പോൾ നല്ലൊരു ഗർഭധാന സംസ്കാരമാണ് വേണ്ടത്, നല്ലൊരു വിവാഹമാണ് വേണ്ടത്, അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സംഭവം നടക്കണം. അപ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ല വേണ്ടത്. തീർച്ചയായിട്ടും പല ലിവിങ് ടുഗദറുകളും ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങൾ, അല്ലെങ്കിൽ വാക്കുകൊണ്ട് സംസാരത്തിലുള്ള ആകർഷണം, കണ്ണുകൊണ്ടുള്ള ആകർഷണം, ഇതൊക്കെ തന്നെയാണ്. അതിനെ അവർ മനപ്പൊരുത്തം എന്ന് വ്യാഖ്യാനിച്ചെടുക്കുന്നതല്ലാതെ വേറൊന്നുമില്ല. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയാണ്. ഇപ്പൊ ജീവിതത്തിലെ മനപ്പൊരുത്തം എന്ന് പറഞ്ഞ ജീവിതത്തിലെ എന്തെങ്കിലും വിഷമതകൾ രണ്ടും അന്യോന്യം പങ്കിട്ടെടുത്തിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു അപജയത്തിലേക്ക് സംഭവിക്കാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മുടെ ജനറേഷന് നേരത്തെ പറഞ്ഞതുപോലെ ശൂദ്രനായി പുറത്തു വന്നിട്ട് അതിനെ നമ്മുടെ ശരീരം ശുചിയാക്കുന്നത് പോലെ മനസ്സിനെ ശുചിയാക്കാൻ വേണ്ടിയിട്ട് പ്രഹ്ലാദ മഹാരാജന് ശിക്ഷണം കൊടുത്തതുപോലെ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ സന്ദീപിനി മഹർഷിയുടെ മുന്നിൽ പഠിക്കാൻ പോയതുപോലെ നമ്മൾ ആത്മീയ വിദ്യ കൊടുക്കുന്നില്ല എന്നർത്ഥം. ശരിയോ തെറ്റോ? ആ അറിവില്ലാതെ വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പം അപ്പം ശീലപ്രഭുപാദര് അപ്പം അതുകൊണ്ട് ശീലപ്രഭുപാദര് കണ്ടിന്യൂ ചെയ്യണം. Therefore everyone should join the Krishna conscious movement. പറഞ്ഞു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൃഷ്ണ കോൺഷ്യസ് മൂവ്മെന്റ്? കൃഷ്ണ കോൺഷ്യസ്നസ്, നമുക്ക് ആത്മാവിന് കോൺഷ്യസ് കൊടുക്കാൻ, അതുവഴി ശരീരത്തിന് കോൺഷ്യസ് കൊടുക്കാൻ പ്രഭുപാദര് കണ്ടിന്യൂ ആണ്. വൺ സിംപിളി ഹാസ് ടു ഹിയർ കൃഷ്ണ കഥ. ഭഗവാന്റെ കഥകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. ആര് ചെയ്തതുപോലെ ഓടേടുമായി ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ ത്രയോദശി കഴിഞ്ഞ വളരെ ശ്രേഷ്ഠമായൊരു ദിവസം നമുക്ക് കഴിഞ്ഞിരുന്നു. ഏതായിരുന്നു? നിത്യാനന്ദ ത്രയോദശി. അവിടെ മഹാപ്രഭു ഓർഡർ ചെയ്തിരിക്കുന്ന പോലെ, മഹാപ്രഭു നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഭഗവത് കഥകൾ കേൾക്കുകയും ഭഗവത് ലീലകൾ കേൾക്കുകയും ശ്രമിക്കുകയും സ്മരിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അപ്പം അത് വളരെ മനോഹരമായിട്ട് ശൂത ഗോസ്വാമി പറയുന്നു. ശ്രവണം സ്വഗത കൃഷ്ണ, ശ്രവണം കീർത്തന. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധം 2-ാം അധ്യായം 17-ാം ശ്ലോകം, 1-2-17. ശ്രവണം സ്വഗതം കൃഷ്ണ പുണ്യശ്രവണം കീർത്തന. വളരെ മനോഹരമാണ് കൃഷ്ണകഥ. ഒരാൾക്ക് അത് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അവിടെ ചെന്നിരുന്നാൽ മതി, കേൾക്കാനുള്ള ക്ഷമ കാണിച്ചാൽ മതി. ആ ഒരു വൈബ്രേഷൻ മാത്രം മതി. ആ വിശുദ്ധ നാമത്തിന്റെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രത്തിന്റെ ആ വൈബ്രേഷൻ നമ്മുടെ മനസ്സിൽ, നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ശരീരത്തിൽ അറിയാതെ പ്രകമ്പനം സൃഷ്ടിക്കും. എടുത്തോ? വായിക്കട്ടെ. സുന്നദാം സ്വഗതനാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്താസ്തും ഹി അഭദ്രാണി വിദുനോദീഷു ഹൃത്സദാം. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് വായിക്കട്ടെ പ്രഭു. വായിച്ചോളൂ. Translation Jai Shri Prabhupada. Sri Krishna, the personality of Godhead, who is the Paramatma, super soul in everyone's heart, and the benefactor of the truthful devotee, cleanness, desire for material enjoyment from the heart of a devotee, who has developed the
to hear his message, which are in themselves virtuous when properly heard and chanted. Hare Krishna. ഹരേ കൃഷ്ണ. മലയാളം ആരുടെയെങ്കിലും ഉണ്ടോ? ആരുടെയെങ്കിലും കൈ പ്രഥമസ്കന്ധം മലയാളം ഇരിപ്പുണ്ടോ? ഹരേ കൃഷ്ണ. വായിച്ചോട്ടു. വിവർത്തന ശ്രീലപ്രഭാത് കീജയ്. പതിവായുള്ള ഭാഗവത കഥാ ശ്രവണത്തിലൂടെയും ശുദ്ധഭക്ത സേവനത്തിലൂടെയും ഹൃദയ മാലിന്യങ്ങളെല്ലാം നശിക്കുന്നു. അതോടൊപ്പം തന്നെ അതീന്ദ്രിയ ഗാനങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷനിലുള്ള പ്രേമഭക്തിയുത സേവനം ദൃഢമായ പരമാർത്ഥമായി ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് ഒരു മാറ്റം, അതാണ് വൈബ്രേഷൻ, ഒരു മാറ്റം സംഭവിക്കും. ആ മാറ്റം എവിടെ എത്തും? ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം തേജാകൈതവചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മശവനം പരം വിജയതേ. ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഹരേ കൃഷ്ണ. എത്ര സുഖമാണ്! മനസ്സിൽ എന്തോ തോന്നി ഇത് കേട്ടപ്പോഴത്തേന്. എന്താ നമുക്ക് സംഭവിക്കുന്നത്? എന്താ അർത്ഥം വരുന്നത്? അവസാനം എന്താ കിട്ടുന്നത്? ആനന്ദാമുതി വർദ്ധനം. സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും ആഗ്രഹിക്കുന്നത്. സന്തോഷമല്ല, അതിലുപരിയായി എന്ത് കിട്ടും? ആനന്ദാമുതി വർദ്ധനം. അനുദിനം അനുനിമിഷം ആനന്ദം നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിന് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന് ആദ്യം എന്താ സംഭവിച്ചത്? ചേതോ ദർപ്പണമാർജനം. എന്താ അർത്ഥം വരുന്നത്? ഹൃദയമാകുന്ന ദർപ്പണത്തെ ക്ലീൻ ചെയ്യണം. അതിന് ഇപ്പം ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് വഴി, ഭഗവാന്റെ നാമം ചെല്ലുന്നത് വഴി, സത്സംഗം വഴി, ഈ പ്രസാദം കഴിക്കുന്നത് വഴി എന്താ നമുക്ക് കിട്ടുന്നത്? ജന്മജന്മാന്തരങ്ങളോളം കൂട്ടിയിട്ടിരിക്കുന്ന അഴുക്കുകൾ, നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകൾ കഴുകി നിർമാർജനം ചെയ്യുന്നു. നിർമാർജനം. വെറും മാർജനമല്ല, നിർമാർജനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കഴുകിക്കളയാൻ സാധിക്കുമെന്നർത്ഥം. നിർമാർജനം അല്ലേ? ആണോ അല്ലേ? അങ്ങനെ കഴുകിക്കളയുമ്പോൾ നമ്മൾ ഏതിൽ നിന്നും മുക്തമാകും? ബന്ധനത്തിൽ മുക്തമാകും. പുനരഭിജനനം പുനരഭിമരണം. എന്തേ? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. അല്ലേ? പുനരഭിജനനം പുനരഭിമരണം. എന്താ? നമ്മൾ ഓർമ്മിച്ചിരിക്കണം. എന്താ വരുന്നത്? പുനരഭിമരണം പുനരഭിജനനം പുനരഭിജനനി ജഡരേ ശയനം. ജഡരേ ശയനം. ഇഹ സംസാരേ ബഹുദുഷ്ടാരേ കൃപയാ പാരേ പാഹി മുരാരേ. ഈ ജന്മമൃത്യു ജരാവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹേ മൂഢന്മാരെ, വിഡ്ഢികളെ എന്ത് ചെയ്യണം? കൃപയാ ആ മുകുന്ദനെ ഭജിക്കുക. ഇവിടെ ഇഹ സംസാരേ, വീണ്ടും വരുന്നു. ഇഹ സംസാരി സംസാര സാഗരേ മഗ്നം. ആദ്യമേ ശ്രീമദ് മഹാഭാഗവതം ധ്യാനശ്ലോകം തുടങ്ങിയാണ്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രഹീതാംഗം മാം ഉദ്ധാർ ഭവാർണവ. സംസാര സാഗരത്തിൽ നിന്നും, ഈ വ്യാധികളാകുന്ന ദുഃഖാലയമാകുന്ന ഈ ജന്മത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടാൻ ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഭഗവത് കഥകൾ. അപ്പൊ ഭഗവത് കഥ ആരിൽ നിന്ന് കേൾക്കണം? ആരിൽ നിന്ന് കേൾക്കണം? ശുദ്ധഭക്തനിൽ. ശുദ്ധഭക്തനിൽ നിന്ന്. അപ്പം ശീലപ്രഭുപാദ് അടുത്ത് ഒരു പ്രാവശ്യം ചോദിച്ചു, സ്വാമി, അങ്ങയുടെ യോഗ്യത എന്താണ്? വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ ടു ബി എ സ്പിരിച്വൽ മാസ്റ്റർ? സ്വാമിയുടെ ചോദിച്ചു, പ്രഭുപാദ് അടുത്ത് ചോദിച്ചതാണ്. അങ്ങയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്
ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആവാൻ അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിപ്പിക്കാൻ അങ്ങയുടെ ക്വാളിഫിക്കേഷൻ? ഇപ്പോൾ ഒരാള് ഭഗവത്ഗീത പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ക്വാളിഫിക്കേഷൻ? എന്റെ ഗുരുവിൽ നിന്നും ശിക്ഷ നേടിയ ഒരാൾ. ആ, ഭക്തിശാസ്ത്രിയോ ഭക്തി വൈഭവോ ഒന്നുമല്ല. അതൊക്കെ നമ്മളൊരു സർട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു, ശരിയാണ്, നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന്. അത് ആവശ്യമാണ്, ഒരു സീരാവശ്യമാണ് ആധുനിക കാലഘട്ടത്തിൽ. പക്ഷെ അതിലുപരിയായിട്ട് എന്താ വരേണ്ടത്? പ്രഭുപാദിൽ പറഞ്ഞിരിക്കുന്നത്, പ്രഭു പറഞ്ഞതുപോലെ ഞാൻ മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുന്നു. ഞാൻ ആ ഗുരു പരമ്പരയിൽ നിന്നാണ് വരുന്നത്. ഏവം പരമ്പരാപ്രാപ്തം. ഞാൻ മഹാപ്രഭുവിന്റെ ഡിസിപ്ലിക് സക്സെഷനിൽ നിന്നാണ് വരുന്നത് എന്നാണ്. മഹാപ്രഭു നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരിലൂടെയാണ് ഞാൻ വളർന്നത്. ഞാൻ വെറും ഒരു മെസ്സഞ്ചർ മാത്രമാണ്. Thus, I have not manufactured the process of Krishna consciousness. ഞാൻ ഒരിക്കലും സ്വതന്ത്രമായി ഒരു കൃഷ്ണ കോൺഷ്യസ്നസ് ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊരു ഫാക്ടറി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ നിർദ്ദേശങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് മെസ്സഞ്ചർ മാത്രമാണ്, പോസ്റ്റ്മാൻ മാത്രമാണ്. ഞാൻ ഭഗവത്ഗീതയെ അവിടെയാണ് നോട്ട് ചെയ്യുന്നത്. ഞാൻ ഭഗവത്ഗീതയെ അഡൾട്ടറേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. ഞാൻ അതേപടി ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതേപടിയാണ് പറയുന്നത്. ഇന്ന് ഇവിടെ ഭഗവത്ഗീത പൊതുവെ ഭാഷ്യകാരന്മാര്, നാട്ടിലുള്ളവര്, ഇവിടെ ഉള്ളവരെല്ലാവരും എന്താ ചെയ്യുന്നത്? ഭഗവത്ഗീത മുഴുവൻ വായിക്കുകയും പഠിക്കുകയും ശ്ലോകങ്ങളെല്ലാം കാണാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷെ വ്യാഖ്യാനം വരുമ്പം സർവഭൗമ ഭട്ടാചാര്യരോട് മഹാപ്രഭു പറഞ്ഞതുപോലെ അവരുടേതായ ഇന്റർപ്രിട്ടേഷൻ വരും. കൃഷ്ണ എന്ന വാക്ക് അവരും അവരുടെ വ്യാഖ്യാനങ്ങളിൽ കാണത്തേയില്ല. പരമാത്മാവ്, ചൈതന്യം, ബ്രഹ്മം എന്നൊക്കെ മാത്രമല്ലാതെ കൃഷ്ണ എന്നൊരു വാക്ക് എഴുതാനോ പറയാനോ അവർക്ക് മനസ്സ് വരത്തില്ല എന്നർത്ഥം. അത്തരം ഗുരുക്കന്മാരെ അല്ല നമുക്ക് വേണ്ടത്. അത്തരം ഗുരുക്കന്മാരെ അല്ല വേണ്ടത്. പ്രഭുപാദിൽ പറയുന്നത് പോലെ ഞാൻ ഭഗവത്ഗീത ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. എന്താണോ ഭഗവാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, ശ്രുതി സ്മൃതി പുരാണം, അതിലെ ശ്രുതി ഭഗവാൻ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് അത് എന്താണോ അത് ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് പ്രാവർത്തികമാക്കാൻ കൊടുത്തിരിക്കുന്നത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം മാം ഏക ശരണം വ്രജക. ഇത് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നു. ഞാൻ അതിൻ്റെ ആവശ്യകത, അതിനെക്കുറിച്ചുള്ള ബോധം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇതാണ് ഞാൻ സ്പിരിച്വൽ മാസ്റ്റർ ആവാനുള്ള യോഗ്യത. ഹരേ കൃഷ്ണ. ഇത് തന്നെ ആയിരിക്കട്ടെ നമുക്ക് ഉണ്ടാകേണ്ടത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ പുതിയൊരു തലമുറയെ നല്ല രീതിയിൽ സൃഷ്ടിച്ചെടുക്കാനും, നല്ലൊരു ഗർഭധാന സംസ്കാരം, നല്ലൊരു സമൂഹം സൃഷ്ടിച്ചെടുക്കാനും സാധിക്കട്ടെ. ദൈവ അസുര വിഭാഗ യോഗം, അതിലെ ആസുരിക വ്യവസ്ഥിതി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. അതിൽ പറയുന്നുണ്ട് 17 6 അധ്യായത്തിൽ എന്താണ് ആസുരിക സ്വഭാവം എന്നുള്ളത്. ഇതെല്ലാം സൂതഗോസ്വാമി സമയമായി. സൂതഗോസ്വാമി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ചുരുക്കി പറയുകയാണ്. സൂതഗോസ്വാമി ട്രാൻസ്ജെൻഡറിലൂടെയാണ് വന്ന് അങ്ങ് പോയി നടന്നു പോവുകയാണ്. അച്ഛന് വളരെ വിഷമമായി, തിരിഞ്ഞു നോക്കാതെ പോകുന്നത്. മകനെ കാണുന്നില്ല, ഒരു നോക്ക് കാണാൻ കിട്ടുന്നില്ല. അവസാനം അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഒരു പാട്ടങ്ങോട്ട് പാടി. ഏത് പാട്ടാ പാടിയത്? ഓർമ്മയുണ്ടാവുന്നു? ഏത് പാട്ടാ പാടിയത്? ബർഹാപീഠം നടവരബു കർണയോ കർണികാരം ബൃഹത്വാസ കനക കവിശം വൈജയന്തിഞ്ചമാലാം ചന്ദ്രാം വേണോരധരസുരയൻ ആഭൂരിയൻ ഗോപവൃന്ദേ വൃന്ദാരണ്യം സപദരമണം പ്രാവിശ ഗീതകീർത്തി. ശുകദേവ ഗോസ്വാമി ഒരു നിമിഷം നിന്നു, സ്തബ്ധനായി. ആരെ കുറിച്ചിട്ടാണ് ഇത്രയും സൗന്ദര്യം പറഞ്ഞിരിക്കുന്നത്? തിരിഞ്ഞു നോക്കി, അച്ഛൻ്റെ അടുത്ത് വന്നു, അവിടെ ഇരുന്നു. അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചിട്ടാണ്? ഏതൊരാളുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ടാണ്? അവിടെ ഭാഗവതം തുടങ്ങുകയായി. തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് അകലുന്ന കുട്ടികൾ, നമ്മളിൽ നിന്ന് അകലുന്ന ബന്ധുക്കൾ, സമൂഹം
ഇവരെയൊക്കെ അടുപ്പിക്കാൻ, നേർവഴി തോന്നിക്കാൻ ഒരേ ഒരു പോംവഴിയെ നമുക്കുള്ളൂ, ശ്രീമദ് മഹാഭാഗവതം, ഭഗവത്ഗീത, ഭഗവാന്റെ ഉപദേശങ്ങൾ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.